PV അൻവറിന്റെ പ്രസ്ഥാനത്തിന്റെ രൂപവും ഭാവവും അറിഞ്ഞ ശേഷം നിലപാട് സ്വീകരിക്കാം എന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അൻവറിന്റെ പ്രസ്ഥാനത്തിൽ ആശങ്കയില്ല. ലീഗ് പറയുന്ന കാര്യങ്ങൾ അൻവർ ഏറ്റെടുക്കുന്നു, കൂടുതൽ വ്യക്തമായത് ആളുകളോട് പറയുന്നു. അതിൽ സന്തോഷമുണ്ട്. തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കൾ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതും PMA സലാം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ അപ്പോൾ തീരുമാനമെടുക്കാമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. PMA സലാം പറഞ്ഞതൊന്ന് കേട്ടുവരാം. അല്ല, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ടല്ലോ, സന്നദ്ധ സംഘടനകളടക്കം. അത്തരം സംഘടനകളൊക്കെ പലതിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന, ഇന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സംഘടനയുടെ രൂപവും ഭാവവും നിലപാടുകളൊക്കെ അറിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ, UDFൻ്റെ നിലപാട് പറയാൻ കഴിയുള്ളൂ. മുസ്ലിം ലീഗിന് സ്വന്തമായി അതിലൊരു അഭിപ്രായം ഉണ്ടാവില്ല. UDFൻ്റെ നിലപാട് എന്താണോ ആ നിലപാടിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുക. തീർച്ചയായും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാഗതം ചെയ്യേണ്ടത് ഒരു പൗരൻ്റെ കടമയല്ലേ. ആ കടമ ലീഗിൻ്റെ പ്രവർത്തകർ നിർവഹിക്കും. VS രഞ്ജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ PMA സലാം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. വാതിലൊന്നും സ്ഥിരമായിട്ട് കൊട്ടിയടച്ചിട്ടില്ല. ഇതിലൊരു അനുനയത്തിൻ്റെ ശബ്ദം നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി മൃദുവാകുന്നു. PV അൻവറിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് അണികളടക്കം ഈ പ്രസംഗം കേൾക്കാൻ വരും, ഞാനും അത് കേൾക്കും എന്നാണ് PMA സലാം പറഞ്ഞത്. അതൊരു സാമൂഹിക സംഘടനയാണെങ്കിൽ അത് വലിയ സന്തോഷമുണ്ടെന്ന് പറയുന്നു. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ രൂപവും ഭാവവും നോക്കി തീരുമാനമെടുക്കാമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലീഗ് PV അൻവറിനോടുള്ള വിരോധം അവസാനിപ്പിക്കുന്നു. ലീഗിലേക്കോ അല്ലെങ്കിൽ ലീഗിൻ്റെ പിന്തുണ PV അൻവറിന് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നു കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലീഗും PV അൻവറും തമ്മിലുള്ള അകലം കുറയുന്നു, പിന്തുണ ഒരുപക്ഷെ ലീഗിൽ നിന്ന് ലഭിക്കുന്നു എന്ന മട്ടിലാണോ നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടത്? VS രഞ്ജിത്ത്. തീർച്ചയായിട്ടും തുടക്കത്തിൽ PK കുഞ്ഞാലിക്കുട്ടി PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലാണ് നിലപാട് സ്വീകരിച്ചത്. നമുക്കറിയാം, നിലമ്പൂരിലെ ലീഗിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റ് പിൻവലിപ്പിച്ചുകൊണ്ടാണ് ലീഗ് അതിനെ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ലീഗ് ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ PV അൻവറിന് കൊടുക്കുന്നുണ്ട്. പ്രശ്നാധിഷ്ഠിതം എന്ന് പറയുന്നത് PV അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാണ്, അത് ഏറ്റവും കാര്യമുള്ള കാര്യമാണ് എന്ന് ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് PMA സലാം പറയുന്നു. അതായത് PV അൻവറിന് പ്രശ്നാധിഷ്ഠിതമായൊരു പിന്തുണയുണ്ട്. PV അൻവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമാണ്, അത് ഉന്നയിക്കപ്പെടേണ്ടതാണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. PMA സലാം പറഞ്ഞതിലൊരു കൗതുകമുള്ള കാര്യം പറയുന്നത്, ഞങ്ങൾ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി PV അൻവർ പറയുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പറഞ്ഞതിലൊരു വ്യക്തതക്കുറവുണ്ടായിരുന്നു എന്ന് PMA സലാം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നാധിഷ്ഠിതമായ ഒരു പിന്തുണ PMA സലാം PV അൻവർ നൽകുന്നു. PV അൻവർ ഒരു സംഘടന രൂപീകരിക്കുന്നതിനെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇനി ആ സംഘടനയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യണമോ എന്ന കാര്യത്തിൽ മാത്രമേ PMA സലാമിന് ഒരു ഉത്തരമില്ലാത്തതുള്ളൂ. അത് PMA സലാം മാത്രമായി തീരുമാനിക്കേണ്ടതല്ല. UDFൻ്റെ ഏറ്റവും പ്രമുഖമായ പാർട്ടിയായ കോൺഗ്രസും മലപ്പുറത്ത് ഒന്നാമത്തെ പാർട്ടിയായ ലീഗും മറ്റ് പാർട്ടികളും കൂടി ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമായതുകൊണ്ട് ഒറ്റക്കൊരു അഭിപ്രായം പറയാൻ സാധ്യമല്ല. രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ PMA സലാം ഉറപ്പ് പറയുന്നുണ്ട്. PV അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം, അതൊരു പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിന് അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഈ ഘട്ടത്തിലുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്, അദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി മൂന്നാമത് നമുക്ക് അറിയേണ്ടത്, ആ സംഘടനയെ UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമോ അല്ലെങ്കിൽ മുന്നണിയോട് സഹകരിക്കുന്ന വിധത്തിലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വരുന്ന ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും മുന്നണിയോട് സഹകരിപ്പിക്കുന്ന വിധത്തിലെങ്കിലും PV അൻവറിനെ ചേർത്ത് നിർത്തുമോ എന്നുള്ളതാണ് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നമുക്ക് അറിയാനുള്ളത്. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം ലീഗിൻ്റെ നീക്കം എന്തായിരിക്കും. കോൺഗ്രസിൽ തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ട്. കോൺഗ്രസും പൂർണ്ണമായിട്ടും PV അൻവറിന് വാതിലുകൾ അടച്ചിട്ടില്ല. അപ്പോൾ DMKയുമായിട്ടുള്ള സഖ്യം വഴി കേരളത്തിലെ DMK ആയിട്ട് മാറുന്ന PV അൻവറിന് ഇന്ത്യ മുന്നണിയിലേക്കുള്ള വാതിൽ തുറക്കുകയാണോ എന്നും വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പന്തലിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ
നമ്മളോടൊപ്പം മുബഷീർ പകർത്തി നൽകിയപ്പോൾ അതിൽ ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ മനാഫിൻ്റെയും അർജുൻ്റെയും ചിത്രങ്ങൾ വരെ പതിച്ച പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഈ പന്തലിന് ചുറ്റുമുണ്ട്. പ്രത്യേക സന്ദേശം അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നു. മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഒപ്പം സാമൂഹികമായിട്ടുള്ള പുരോഗതിയുടെ ഒക്കെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കാൻ PV അൻവർ ശ്രമിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന PV അൻവർ പറയുന്ന സാമൂഹിക പ്രസ്ഥാനം എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ.